നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കോടിമത പാലത്തിലാണ്. MC റോഡ്, സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നായ MC റോഡിൽ ഈ കോടിമത പാലത്തിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട്, ഈ പാലത്തിലേക്ക് കയറുന്ന ഭാഗം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇടയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ എത്തി ഇത് ടാർ ഉപയോഗിച്ച് അടച്ചിരുന്നെങ്കിലും വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ ഇവിടെ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ ഇതുമൂലം ഉണ്ടാകുന്നത്. കോടിമത പാലത്തിന്റെ ഏതാണ്ട് മീറ്ററുകളോളം ദൂരം ഇത്തരത്തിൽ ഇവിടെ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴി ഉണ്ടായത് മൂലം ഇവിടെ ഗതാഗത കുരുക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളും തിരക്കേറിയ സമയങ്ങളിലെല്ലാം വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്. കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ സർക്കാർ കർണാടക മുനിസിപ്പാലിറ്റി കർണാടക ഈയിടെ ഈ 2 ദിവസം പുല്ലായിരുന്നു. ഒരു പെണ്ണുങ്ങളെ കൊണ്ട് പറിച്ചു കളഞ്ഞു. അത് 2 മാസമായോ. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് നിങ്ങൾ വേറെ കൂടുതലൊന്നും ചെയ്യണ്ട, ജനങ്ങൾക്ക് പോകാനുള്ള കാര്യം ചെയ്തു കൊടുക്കുക. ലൈറ്റ് കത്തുന്നില്ല. ഇവിടെ ഒരാൾ കത്തിച്ചോണ്ടിരുന്നേ, അതിൻ്റെ കൊടുക്കും 1 മാസം, അതും ഇല്ല. ഈ ഇവിടുന്ന് അങ്ങോട്ട് പോലും ഒരൊറ്റ ലൈറ്റ് പോലും ഇല്ല. അതായത് മണിപ്പഴ ഇവിടെ MC റോഡിലെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ച 2ാം പാലത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾക്കുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടിമത MC റോഡിൽ കോടിമത പാലത്തിലെ കുഴി കൂടി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ കുഴി മൂലം വലിയ ഗതാഗത കുരുക്കാണ് തിരക്കുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്നത്. അധികൃതരാകട്ടെ ഈ കുഴിയുടെ ശാശ്വത പരിഹാരത്തിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. കനത്ത മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ റോഡിലെ ടാർ ഇളകിപ്പോയി ഇവിടെ കുഴി രൂപപ്പെടുന്നത്. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തരമായി തന്നെ പൊതുമരാമത്ത് വകുപ്പ് ഈ പാലം പൂർണ്ണമായും ടാർ ചെയ്യണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്ക് അടക്കം ഉന്നയിക്കാനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. കോട്ടയത്തു നിന്നും ടീം ജാഗ്രത.